അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട്. നമ്മളെ ഒരു കുഞ്ഞ വീടാണ്. ഞാൻ നല്ല വലിയ വീടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മൾ അത്യാവശ്യം നല്ല ഒരു ക്യൂട്ട് ബേസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ എൻ്റെ ഐഡിയയിൽ തന്നെ ഒരു ക്യൂട്ട് ബേസ് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. അപ്പം നേരെ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ പൂവൊക്കെ വെച്ച് ഈ ചില ഈ ഡെക്കറേഷൻ ഉണ്ട്, ചില ആൾക്കാരൊക്കെ വീടിന് മുമ്പിൽ വയ്ക്കൂലേ, അതുപോലെ നമ്മൾ വെച്ച് ഉള്ളിൽ ഇവിടെ എന്തെങ്ങനെ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇത് ബിൽഡ് ചെയ്യണം. ഒരു ഇങ്ങനെ നമ്മൾ ലീഫ് വയ്ക്കൂലേ, 2 ബ്ലോക്ക് ലീഫ് ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടി വയ്ക്കൂലേ, അതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഷിയർ വേണം. ഷിയർ എനിക്ക് കിട്ടിയിട്ടില്ല. ഷിയർ അല്ലെങ്കിൽ സിൽക്ക് ടച്ച് രണ്ടുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനത് ഡോറൊക്കെ പൊട്ടിക്കുന്നു വെറുതെ തിരിച്ചു വെക്കട്ടെ. അപ്പോൾ അതാണ് നമ്മളെ സ്ട്രാറ്റജി. പറയാനും കിട്ടുന്നില്ല. ഈ ഡോർ ഫുള്ളും തട്ടി പിന്നെ ശരി. അപ്പം പിന്നെ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെസ്റ്റ് മാത്രമായിട്ട് നിൽക്കുന്നില്ല. ഇതാണ് നമ്മുടെ ക്ലാസ്. ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളത് വെറുതെ വെച്ചതാ. ഇത് ഫ്രണ്ട്സ് എടുത്ത മേൽക്കൂര ഉള്ള പാടില്ല, അതിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആവശ്യമുള്ള വാല്യുബിൾ ഐറ്റംസ് ഒക്കെ ഇവിടെ ആയിരിക്കും വെക്കുക. നേരെ താഴെ ഇറങ്ങുക. പിന്നെ ഇവിടെ നമ്മൾ ഒരു ടേബിൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. മുകളിലും നമ്മൾ ഒരു ഡിസൈന് വേണ്ടി ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മൈനിങ് ഏരിയ സെറ്റാക്കണം. മൈനിങ് ഏരിയ ഇതാണ് നമ്മളെ മൈനിങ് ഏരിയ. ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൈനിങ് ഏരിയ ഡെക്കറേഷനാണ്. അപ്പോൾ മൈനിങ് ഏരിയ എത്ര ഇങ്ങനെ കുഴിച്ചെടുത്ത് ഇതിൽ അത്യാവശ്യം കുറേ സ്റ്റാക്ക് കണക്കിനുണ്ടായിരുന്നു. അത് പിന്നെ ബിൽഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത് കുറേ എണ്ണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് കുറേ ടൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ കുറേ എണ്ണം അങ്ങനെയും പോയി. അപ്പോൾ അതാണ് നമ്മളെ വീട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഡിസൈന് ഞാൻ കുറേ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഡിസൈനാണ്. രസമുണ്ട്. ചുറ്റും ഇങ്ങനെ തന്നെയാണ്. അപ്പം നേരെ നമുക്ക് എന്താ നമ്മുടെ ഗോൾ എന്ന് പറയാം. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഡെക്കറേഷനിങ് ആണ്. ഇന്ത്യയിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബ്ലോക്ക് എന്ന് വെച്ചാൽ കോബിൾ സ്റ്റോണ്, പിന്നെ ഡേർട്ട്. നമുക്ക് തൽക്കാലം നമ്മുടെ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം നമുക്ക് പെട്ടെന്ന്. അവിടെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് കുക്കാവുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഞാൻ സ്പ്രൂസ് ഇട്ടാൻ വേണ്ടി ഞാനൊരു നല്ല സ്ട്രാറ്റജി കണ്ടുപിടിച്ചേ. എന്താണെന്ന് വെച്ചാൽ അത് കുറേ യൂട്യൂബേഴ്സ് ചെയ്തൊക്കെയാണ്, ഞാൻ മാത്രമായിട്ടല്ല. അത് ചെയ്തപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടി. ആ ഒറ്റൊരു മരം കൊണ്ട് എനിക്ക് ചാക്കാണ് കിട്ടി. സ്പ്രൂസിൻ്റെ ഒരു വലിയ മരത്തിൻ്റെ ഇത് ഞാൻ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇനി സൺഫ്ലവർ ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സൺഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം. ഞാൻ 10-11 എപ്പിസോഡായ നമുക്ക് ഗോൾഡ് ഫാർമൊക്കെ ഉണ്ടാക്കണം. ക്യാരറ്റ് ഫാർം, ഗോൾഡ് ഫാർമൊക്കെ ഉണ്ടാക്കണം. അത് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാം. നമ്മളൊരു തരം ഷേപ്പ് ഗുഹല്ലേ, ആ ഗുഹ പോലെ ഷേപ്പിൽ ഇങ്ങനെ പൊങ്ങി വരണം. അതുപോലത്തെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്റ്റോൺ ഉണ്ട്, 4 സ്റ്റോൺ മതി. അപ്പോൾ ആ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കിനി
ഉണ്ടാക്കിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ അപ്ഡേറ്റഡ്. നേരത്തെ കാണിച്ചത് ഇതും നല്ല അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളത്. ഞാൻ കുറച്ച് ഇതാക്കാൻ വേണ്ടി കുറച്ച് പാത്ത് പോലെ ഇവിടെ നമ്മുടെ ഉണ്ടാക്കി വെച്ചു. ആദ്യം തന്നെ ഞാൻ കുറേ കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്ത് സ്റ്റോണാക്കി വെച്ച്, പിന്നെ കുറച്ച് ഗ്രാസൊക്കെ വെച്ച് ഡെക്കറേഷനായിട്ട്. ഇതൊരു തരം കോബിൾ സ്റ്റോൺ പാത്രമായിട്ടാണ് ചുറ്റും വെക്കാൻ വിചാരിച്ച്. പിന്നെ അത് സ്മെൽറ്റ് ചെയ്തിട്ടും കുറച്ച് നേരമൊക്കെ എടുക്കും. അതിന് മുമ്പേ നമുക്ക് വീഡിയോ നിർത്തണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട് ലുക്ക്. നമുക്ക് ഇവിടെ ഒന്ന് ലൈറ്റും ചെയ്യണം. ഇവിടെ വരുമ്പോൾ ഒരു കേവിൻ്റെ സൗണ്ടൊക്കെ, അടിയിൽ കേവ് ഉണ്ടെന്ന് തോന്നുന്നു. കേവ് ഉണ്ടാവും ചിലപ്പോൾ. ചിലപ്പോൾ ഈ കേവിത്തേക്കും. ഈ കേവ് നേരെ ഇങ്ങോട്ടല്ലേ പോണ്. അപ്പം ഞാൻ നേരെ മാത്രമേ ഒഴിച്ചു പോകണുള്ളൂ. പിന്നീട് താഴ്ത്തിക്കുക, കുറേ നേരം ഒഴിച്ചിട്ട് താഴ്ത്തിക്കുക സൈഡായിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മളുടെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. ലാഗ് ബൈ.